പരീക്ഷ അങ്ങോട്ട് അടുക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പേടിയും ഭയങ്കരമായിട്ട് ആങ്സൈറ്റിയും ഒക്കെ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അത്തരം ആൾക്കാരെ മാതാപിതാക്കളും അധ്യാപകരും എല്ലാം കൂടെ ഒരുപാട് പേടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ട്യൂഷൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവിടെ പേടി, എല്ലായിടത്തും അവരെ കൂടുതൽ പ്രഷർ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരെ റിലാക്സ് ചെയ്യിപ്പിച്ച് അവരെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് എല്ലാവരും അവരോട് ചേർന്ന് നിൽക്കുക, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക, അവരോട് ജയിക്കുമെന്നും നല്ല നിലയിൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്നും അവരെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പരീക്ഷ എടുക്കാറാകുമ്പോഴത്തേക്ക് ചില കുട്ടികൾക്കൊക്കെ ടെൻഷനും ആങ്സൈറ്റിയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അത് പൊതുവെ ഇച്ചിരി പേടിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിലും ഇമോഷണൽ ഹെൽത്തിലൊക്കെ ഇച്ചിരി താഴെ നിൽക്കുന്ന കുട്ടികളാണ് പൊതുവെ അങ്ങനെയുള്ള ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ പതുക്കെ ഒന്ന് പേടിച്ചു പോവുകയും അവരുടെ പെർഫോമൻസ് കുറഞ്ഞു പോവുകയും അവർ കൂടുതൽ അസുഖങ്ങളൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരം കുട്ടികളെ ഒരിക്കലും വീണ്ടും പേടിപ്പിക്കരുത്. പൊതുവേ കാണുന്നൊരു കാര്യം എന്നാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെയാണ് കൂടുതൽ പ്രശ്നം. അവർക്ക് ആരെങ്കിലും തോറ്റുപോകുമെന്നൊക്കെയുള്ള ഒരു അനാവശ്യ ഭീതി കാരണം അവർ ഇത്തരം കുട്ടികളൊക്കെ കൂടുതൽ സ്ട്രെസ് ചെയ്യിക്കുകയും തോക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വർഷം പരീക്ഷ എഴുതണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആവശ്യമില്ലാതെ പ്രഷർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരു കാര്യവുമില്ല. കാരണം എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള ഒരു വിദ്യാഭ്യാസമാണ്, അവരുടെ അവകാശമാണ്. അതിനെല്ലാവർക്കും അതിന് അവസരം നൽകണം. നമ്മളവരെ ആവശ്യമില്ലാതെ സ്ട്രെസ്സാക്കേണ്ട കാര്യമില്ല. വേറൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ LKG മുതൽ 12ാം ക്ലാസ് വരെയോ 10ാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിച്ച കുട്ടികൾ അവർക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മളവരെ കൂടുതൽ അഗ്രസീവായിട്ട് കൈകാര്യം ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മെച്യൂരിറ്റി അവിടെ കാണിക്കണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറച്ച് എഴുത്തും പരീക്ഷയും മാർക്കും മാത്രമല്ല. ഒരു കുട്ടിയുമായിട്ട് വളരെ സ്നേഹത്തോടെ ഇടപെടുകയും അവൻ്റെ ആ പ്രശ്നങ്ങളിൽ അവൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയും അവന് ആത്മവിശ്വാസം കൊടുക്കുകയും ധൈര്യം കൊടുക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇവരൊന്നും 99 മാർക്ക് വാങ്ങിക്കാനായിട്ട് വരുന്ന കുട്ടികളൊന്നും അല്ല. ഒരു 50, 60, 70 മാർക്ക് വാങ്ങിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നല്ല ആത്മവിശ്വാസമുള്ള അധ്യാപകർ ഒരു സ്കൂൾ അന്തരീക്ഷം അവർക്ക് ആവശ്യമാണ്. പലപ്പോഴും ഈ സ്കൂളിൽ നിന്നുള്ള പ്രഷർ മാതാപിതാക്കളെയും കൂടുതൽ പ്രഷേർഡാക്കുകയും അവരും കൂടുതൽ ടെൻഷൻ കാണിക്കുകയും ചെയ്യും. വേറൊരു കാര്യം, ഇത്തരം കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ വരുന്നതിൽ ഇവരുടെ പേരൻറ്റിൻ്റെ ഇടയിലും ഇതുപോലുള്ള സ്വഭാവമുള്ള ആൾക്കാർ കാണും. അവരും ഒരു മെച്യൂരിറ്റി ഇല്ലാതെ ഈ സമയത്ത് അവരെ കൂടുതൽ പ്രഷറൈസ് ചെയ്യും. നീ തോറ്റുപോകും, നീ ഇങ്ങനെ ഇരുന്നാൽ എന്താണ്, നീ ഇങ്ങനെ സമയം കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൂടുതൽ പ്രഷേർഡാക്കി അവർ കൂടുതൽ ഫംബിൾ ചെയ്യും, കൂടുതൽ അവരുടെ പെർഫോമൻസ് കുറഞ്ഞു പോവുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം പ്രധാനമാണ്, ഇത്തരം കുട്ടികൾ പരീക്ഷയെന്ന് പറയുന്നത് ഒരു മാർക്കിനെ മാത്രം ബേസ് ചെയ്യുന്ന ഒരു റിസൾട്ടല്ല. പരീക്ഷ എന്ന് പറയുന്ന ആ സാഹചര്യത്തിലൂടെ ആരോഗ്യപരമായി കടന്നു പോവുകയും പരീക്ഷണങ്ങളും ജീവിതത്തിലെ വെല്ലുവിളികളും ഒക്കെ നേരിടാനുള്ളൊരു പ്രാപ്തി നേടിയെടുക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ഈ സമയത്ത് മാതാപിതാക്കളും അവരെ ഒന്ന് സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക. കൂടുതലൊന്നും ഇനി കുത്തിക്കയറ്റി പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അനാവശ്യമായിട്ട് ഇനിയും ട്യൂഷന് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കറക്കങ്ങളും ഒരുപാട് ഓട്ടങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് കുറച്ചുകൂടെ മൈൻഡ്ഫുള്ളായിട്ടിരുന്ന് വീട്ടിലിരുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയും അതുപോലെ ഇതുവരെ എഴുതിയ പരീക്ഷ, ടെസ്റ്റ് പേപ്പറുകൾ, മോഡൽ എക്സാംസ് ഒക്കെ അവിടെ എവിടെയാണ് അവർക്ക് മിസ്റ്റേക്കുകൾ വന്നാൽ അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുകയും അതിനെയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനും വീണ്ടും ഇത്തരം ചോദ്യങ്ങളൊക്കെ വന്നാൽ അതിനെ കോൺഫിഡൻസോടെ എങ്ങനെ എഴുതാം എന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെയാണ് ഈ അവസരങ്ങൾ ഉണ്ടാകേണ്ടത്. കുട്ടികൾ സ്വന്തമായിട്ട് അത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ചെയ്ത കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് തറവാക്കാനും വേണ്ടി വന്നാലൊന്ന് എഴുതി പഠിക്കാനും പരീക്ഷയ്ക്ക് ടൈം മാനേജ് ചെയ്യാനൊന്നും പറ്റുന്നില്ലെങ്കിൽ സ്പീഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പഠിക്കുക. ഒരു നല്ല പെർഫോമൻസ് കൊടുക്കാൻ നമുക്ക് കഴിയും. ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പരീക്ഷയെ സമീപിക്കുക. ടെൻഷനൊന്നും വേണ്ട. റിസൾട്ടിനെ കുറിച്ചൊന്നും നമ്മൾ വറീഡാവേണ്ട. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. പരീക്ഷ എന്ന് തുടങ്ങുന്നു എന്നുള്ളതല്ല, പരീക്ഷ തീരാൻ ഏകദേശം ഇനി 1 മാസത്തിൽ കൂടുതൽ സമയമുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് ഇപ്പോൾ ഇടവിട്ടാണ് പരീക്ഷയൊക്കെ വരുന്നത്. അപ്പോൾ ആവശ്യത്തിന് പഠിച്ച് മനസ്സിലാക്കിയൊക്കെ വയ്ക്കുക. കൂടുതൽ പ്രയാസമുള്ള ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും ഡെയിലി ഒന്ന് ഫെമിലറൈസ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചാൽ അതിനോടുള്ള പേടി പതുക്കെ കുറഞ്ഞു വരികയും നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആവുകയും ഒക്കെ ചെയ്യും. നിങ്ങൾ ആരും തോൽക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. തോക്കുന്നതൊക്കെ പഠിക്കാതെ നടക്കുന്നവർക്കാണ്. നിങ്ങൾ ആക്ച്വലി പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നല്ല കുട്ടികളാണ്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടായിരിക്കും. ആരും അവരെ പേടിപ്പിക്കാതിരിക്കുക, നിങ്ങൾ സ്വയം പേടിക്കാതിരിക്കുക, നല്ല കോൺഫിഡൻസോടുകൂടി പരീക്ഷ എഴുതുക. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു കൗൺസിലറിൻ്റെയോ മെൻറ്ററിൻ്റെയോ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കുക. ഒരു നല്ല അധ്യാപകൻ ഉണ്ട്,
അല്ലെങ്കിൽ നല്ലൊരു റിലേറ്റീവോ ഫ്രണ്ടോ ഒക്കെ ഹെൽപ്പിനുണ്ട്, അവരുടെയൊക്കെ ഒരു ഹെൽപ്പ് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. എന്തായാലും റിലാക്സ്ഡ് ആയിട്ട് പരീക്ഷ എഴുതുക. നിങ്ങൾ തീർച്ചയായിട്ടും ജയിച്ചോളും. പിന്നെ ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞു പോയാൽ അങ്ങനെയൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. അതൊക്കെ നമുക്ക് അന്നേരം ആലോചിച്ചതിന് വേണ്ടതൊക്കെ ചെയ്യാം. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാപ്പി എക്സാം ടൈം. താങ്ക് യു.